all, this is Shibana, your mentor. Welcome to How to Make It Easy. ടെൻഷനായിരുന്നു പറ്റുന്ന പഠിച്ചിട്ട് എക്സാമിന് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും എഫേർട്ടും അത്രയും കാര്യങ്ങളും നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് എക്സാം എഴുതി കഴിഞ്ഞ് ഇനിയുള്ള സമയമാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ സമയം നമുക്ക് എന്തൊക്കെ ചിന്തിച്ചാലും മാറ്റാൻ വേണ്ടി പറ്റില്ല അല്ലേ? നമ്മൾ എന്താണോ അവിടെ എഴുതി കൊടുത്തിട്ടുള്ളത് അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. അത് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കിപ്പോൾ B+ കിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് A+ കിട്ടാം, ചിലപ്പോൾ നിങ്ങൾ A+ കിട്ടും എന്ന് വിചാരിച്ച സബ്ജക്റ്റിന് നിങ്ങൾക്ക് B ആവാം. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകും. റിസൾട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച അതേപോലെ കിട്ടണം യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഹോളിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ നിങ്ങൾ മാർക്കൊക്കെ ഇങ്ങനെ വെറുതെ കൂട്ടി വയ്ക്കിട്ടുണ്ടാവും അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര മാർക്ക് കിട്ടും, അതൊക്കെ അതേപോലെ തന്നെ കിട്ടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ നിങ്ങൾ വെറുതെ എല്ലാവരുടെ പ്രഷറും കൂടി നിങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് എടുത്തിട്ട് ഞാൻ ഈ റിസൾട്ട് വരുന്ന സമയത്ത് അവരുടെ എക്സ്പെക്ടേഷൻ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാനൊരു തോൽവിയായി പോകും, എനിക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, എന്റെ കരിയർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒരു ലൂസറായി പോകുന്നത്. നിങ്ങൾക്ക് മാർക്ക് കുറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ലൂസറായി പോകുന്നില്ല. അത് അതിന്റെ ഒരു ഭാഗമാണ്. ഈ ലോകത്തുള്ള എല്ലാവരും ഫുൾ A+ കിട്ടിയ അല്ലെങ്കിൽ 90% മുകളിൽ മാത്രം മാർക്ക് വാങ്ങിയവരൊന്നുമല്ല. എല്ലാവരും തോൽവികളിൽ നിന്നും എല്ലാവരും കുറഞ്ഞ മാർക്കിൽ നിന്നൊക്കെ മുന്നോട്ട് കയറി വന്ന ആൾക്കാരാണ്. പക്ഷേ മറ്റുള്ളവർ നിങ്ങൾക്ക് പ്രഷർ തരുന്ന സമയത്ത്, മറ്റുള്ളവർ നിങ്ങൾ ആങ്ഷ്യസ് ആവുന്ന സമയത്ത് അയ്യോ മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ തോൽവിയായി പോകും എന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഒരു കറക്റ്റ് ലൂസറായി പോകുന്നത്. അപ്പൊ നിങ്ങൾ തോറ്റാലും അവിടുന്ന് എഴുന്നേച്ച് മുന്നോട്ടേക്ക് വരാനും ഇനിയും മാർക്കുകൾ വാങ്ങി മുന്നോട്ട് പോകാനുമുള്ളൊരു മനക്കെട്ട് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ +2 റിസൾട്ട് എന്നൊന്നും പറയുന്ന ഒന്നിന്റെയും അവസാനത്തെ വാക്കോ അല്ലെങ്കിൽ അവസാനത്തെ കാര്യമൊന്നുമല്ല. ഇത് കഴിഞ്ഞാലും മുന്നോട്ട് ജീവിതം ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യാനും ഒരുപാട് മുകളിലേക്ക് എത്തിപ്പെടാനും ഒരുപാട് വിജയത്തിലെത്താനും ഒക്കെ സാധിക്കും. അവിടെ നിങ്ങൾ ഈ +2 എത്ര മാർക്ക് വാങ്ങി അല്ലെങ്കിൽ 90% മുകളിൽ മാർക്ക് ഉണ്ടായിരുന്നു ഒന്നുമല്ല നോക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ തോറ്റുപോയെന്ന് വിചാരിക്കുക, അവിടെ നിങ്ങൾക്ക് എക്സാം ഉണ്ട്, ഇംപ്രൂവ്മെന്റ് എക്സാംസ് ഉണ്ട്, തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ തോറ്റുപോയെന്ന് വെച്ചിട്ട് നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോയെന്നല്ല അർത്ഥം. ഇതൊരു ജസ്റ്റ് എക്സാം മാത്രമാണ്. മേ ബി കഴിഞ്ഞ എക്സാമിൽ നിങ്ങൾക്ക് അത്ര എഫർട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത എക്സാമിൽ നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തലേൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ ഓടിച്ച് എല്ലാവരുടെ മുമ്പിലും എനിക്ക് ഭയങ്കര അടിപൊളിയായി നിൽക്കണം, റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മാർക്ക് കുറയാൻ വേണ്ടി പാടില്ല, അവരെന്നെ പറ്റി ഫുൾ A+ കിട്ടുന്ന വിചാരിച്ചേ, അതുകൊണ്ട് ഫുൾ A+ എനിക്ക് കിട്ടണം എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച് നിങ്ങളുടെ സമാധാനം കളയണ്ട. കാരണം കോളേജിലൊക്കെ പോണ സമയത്ത് നിങ്ങൾക്ക് ഫുൾ A+ എനിക്ക് മാത്രമൊന്നുമല്ല കിട്ടുക. അപ്പൊ ആരും തന്നെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് റിസൾട്ട് വരുന്ന സമയത്ത് വളരെ മാർക്ക് കുറവായിട്ടുള്ള ഒരുപാട് ചേച്ചീനെയും ചേട്ടന്മാരൊക്കെ, അവരൊക്കെ ഇപ്പോൾ വെറുതെ നടക്കാണോ? അല്ല, അവരൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, അവരൊക്കെ ഓരോരോ കോളേജിൽ ചേർന്നിട്ടുണ്ട്. ആരുമില്ല പഠിക്കാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ, എല്ലാവരും എവിടെയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ചേരാനും പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, റിസൾട്ട് വരുന്ന സമയത്ത് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, ഏത് തന്നെ റിസൾട്ട് ആയാലും നിങ്ങളത് പോസിറ്റീവ് മൈൻഡിൽ തന്നെ എടുക്കാൻ വേണ്ടി പഠിക്കണം. മനസ്സിലായല്ലോ? അങ്ങനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലൈഫിലെ വലിയൊരു ലെസൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കാര്യത്തിന് നിങ്ങളെ തോപ്പിക്കാനാവില്ല. അതുകൊണ്ട് എല്ലാം പോസിറ്റീവായിട്ട് ഇരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ നാളെ റിസൾട്ട് വരുമ്പോണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് എനിക്കൊരു മെസ്സേജ് അയക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിച്ചിരിക്കേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, റിസൾട്ട് എന്തായാലും പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. കറക്റ്റ് സമയമാകുമ്പോൾ എല്ലാവരും റിസൾട്ടൊക്കെ നോക്കുക കേട്ടോ. അപ്പം എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയിപ്പിക്കുക. അപ്പം ഈ അലോട്ട്മെന്റ്, സ്കോളർഷിപ്പ് തുടങ്ങിയ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും ആരും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.